ലാൽ സലാം. പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ DSEറ ഇറങ്ങി ഇന്ന് 5-ാം ദിനമാണ്. ഈ ഒരു ചൊവ്വാഴ്ചയും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ എന്ന് തന്നെ പറയാം. മികച്ച രീതിയിലുള്ള തുടക്കം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷൻ അഗ്നിപർവ്വതം പോലെ ആളിക്കത്തുമ്പോൾ ജനപ്രളയം കൊണ്ട് തീർക്കുന്നു തിയേറ്ററുകളെല്ലാം എന്ന് തന്നെ പറയാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. 1300ഓളം ഷോകളാണ് ഇന്ന് ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് നമുക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇത് പ്രീ സെയിലിലൂടെ വന്നിരിക്കുന്ന കളക്ഷൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. 48,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 13% ഒക്യുപ്പൻസിയിൽ 85 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് മോർണിംഗിൽ തന്നെ സിനിമ 1 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ കളക്ഷനിലേക്ക് ഒന്ന് വരാം. ഇന്നലെ 1361ഓളം ഷോകളിൽ നിന്ന് 1.5 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ 1,57,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ ഇന്നലെയും സിനിമയ്ക്ക് 40%-ന് മുകളിലുള്ള ഒക്യുപ്പൻസി. വർക്കിംഗ് ഡേയിൽ 40% എന്ന് പറയുമ്പോൾ അത് ഗംഭീരം തന്നെയാണ്. 2,60,72,000 രൂപയാണ് സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷനായി ഇന്നലെ വന്നത്. അതായത് 2,90,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെയും നേടാൻ കഴിഞ്ഞത്. കേരളത്തിൽ നിന്ന് 3 ദിവസം കൊണ്ട് സിനിമ 15.5 കോടിക്ക് മുകളിലാണ് നേടിയത്. അതായത് ഇപ്പോൾ സിനിമ 18 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട്. എന്തായാലും അത് ഗംഭീരം എന്ന് തന്നെ പറയാം. അത്രത്തോളം മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനുമായി സിനിമ പോവുകയാണ്. 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് 38,60,00,000 രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് വന്നിരുന്നത്. ഇപ്പോൾ ഈ ഒരു ദിവസത്തെ കളക്ഷൻ കൂടെ കഴിയുമ്പോൾ നമ്മൾ 42 കോടിയിലേക്ക് സിനിമ എത്തിയിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷയാണ്. ഇന്ന് അല്ലെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. ഒഫീഷ്യലായിട്ടുള്ള 50 കോടിയുടെ ആ ഒരു പോസ്റ്റർ വരുന്ന ദിവസങ്ങളിലുണ്ടാകും. ഒരു പക്ഷേ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചത്തേക്ക് ആ ഒരു കാര്യമുണ്ടാകും. വെള്ളിയാഴ്ച വരെ പോകേണ്ടി വരില്ല എന്നുള്ളത് തന്നെ നമുക്കറിയാം. കാരണം കൂടി വന്നാൽ 6 കോടി, അതൊരു പക്ഷേ നാളെ തന്നെ വേണമെങ്കിൽ സിനിമയ്ക്ക് അടിക്കാവുന്ന കാര്യമാണ്. പിന്നെ വർക്കിംഗ് ഡേയ്സ് ആണല്ലോ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ ഇന്ന് നമുക്കൊരു കാര്യം ഉറപ്പിക്കുകയാണ്. മലയാളത്തിൽ നല്ല ഒരു സിനിമ നൽകിക്കഴിഞ്ഞാൽ ആളുകൾ കാണും. പ്രത്യേകിച്ച് ഹൊറർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതുവരെ ഇംഗ്ലീഷ് സിനിമകളെ ഡിപ്പെൻഡ് ചെയ്യും. അത് തന്നെ ഒരു 2% കൂടുതൽ മലയാളികൾ ഇംഗ്ലീഷ് സിനിമകളൊന്നും അങ്ങനെ ഹൊറർ സിനിമയ്ക്ക് പോകാറില്ല. വളരെ യൂത്ത് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ അങ്ങനെ പോകാറുള്ളത് തന്നെ. എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു രാഹുൽ സദാശിവൻ ഗംഭീരമായിട്ട് ഒരു സിനിമ അണിയിച്ചൊരുക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ആഭാരവൃദ്ധജനങ്ങളും തിയേറ്ററിലേക്ക് ഇരച്ചു കയറുന്ന ഒരു കാഴ്ച തന്നെ. പ്രണവ് മോഹൻലാലിൻ്റെ അസാമാന്യമായ പെർഫോമൻസാണ് സിനിമയെ മുന്നോട്ട് നയിച്ചിരിക്കുന്നത്. എന്താണ് വളരെ ചുരുങ്ങിയ ക്യാരക്ടേഴ്സ് കൊണ്ടൊരു സിനിമ അതിസമ്പന്നമാക്കുന്നത് രാഹുൽ സദാശിവൻ്റെ ടെക്നിക്കാണ്. ആ ഒരു ടെക്നിക്ക് അദ്ദേഹം വീണ്ടും പുറത്തെടുക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമാണ്. ഒരു സിനിമ വലിച്ചു നീട്ടി ഒരുപാട് നേരത്തേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ല ക്രിസ്പി ആൻഡ് ഷൈനി ആയിട്ട് അതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ തീർക്കുകയാണെങ്കിൽ അതായിരിക്കും. ഇവിടെ 1 മണിക്കൂർ 55 മിനിറ്റും ജനങ്ങളെ ത്രസിപ്പിക്കുക തന്നെയാണ് സിനിമ ചെയ്തത്. 2.5-3 മണിക്കൂറിൽ കൊണ്ടുപോയി വെറുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള സിനിമ എടുക്കുക. ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് സിനിമ കാണാൻ പോകുന്നവർക്ക്. നമ്മൾ പല വീഡിയോയിലും പറയുന്ന പോലെ ഒരിക്കൽ കൂടി പറയുന്നു, വേറെ ഒന്നുമല്ല, സിനിമ കാണുമ്പോൾ അനാവശ്യമായ കമൻറ്റുകളും ശബ്ദങ്ങളും ഉണ്ടാക്കാതെ ഈ സിനിമയ്ക്കൊക്കെ കാത്തിരിക്കുക. കാരണം അത് കാണാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് 700-800 പേരൊക്കെയാണ്. നിങ്ങൾ ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾ 10 പേരോ കാരണം ശല്യമുണ്ടാകുന്ന എത്ര പേർക്കായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അത് ഒക്കെ ഒന്ന് അടങ്ങുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട്. നല്ല സിനിമകൾക്ക് ഗുണം ചെയ്യും. എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെ ചെയ്യുക എന്നേ പറയുള്ളൂ. വേറെ ഒന്നുമല്ല, അത് കണ്ട് ആസ്വദിക്കാനാണ് വരുന്നത്. അല്ലാത്തവർക്ക് നമുക്ക് പുറത്തുപോയി ആസ്വദിക്കാമല്ലോ എന്നുള്ളതും ചോദിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഈ സിനിമ കണ്ടിട്ട് കൂവുകയോ ബഹളമൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഈ ഒരു സിനിമ എന്നായിരിക്കും 50 കോടി ക്ലബ്ബിൽ കയറുന്നത് നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ പറയാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ലാൽ സലാം.